പലരെയും ചിട്ടിപ്പിശാച് കയറി പിടിക്കാറുണ്ട്. ചിട്ടി പലപ്പോഴും നല്ലതാണ്. ചിട്ടിയിൽ കൂടി കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു സാധാരണ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം പൈസയുണ്ടാക്കി ഓരോ കാര്യങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചിട്ടി കൂടി ആ പൈസ എടുത്ത് അത് ദൂർത്തടിച്ച് കള്ളുകുടിച്ച് അടുത്ത ചിട്ടി കൂടി, അങ്ങനെ ചിട്ടി കൂടി 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 അവസാനം ചിട്ടിക്ക് അടയ്ക്കാൻ പൈസയില്ലാതെ കൊണ്ട് നാട് വിട്ടു പോകുന്ന വ്യക്തികളെ കാണാറുണ്ട്. ഇതാണ് ചിട്ടിപ്പിശാച് കൂടി എന്ന് പറയുന്നത്. അതൊരു കുട്ടിപ്പിശാചും ചിട്ടിപ്പിശാചും കൂടിയാണ്. അപ്പോൾ ഈ ചിട്ടിപ്പിശാചിൽ നിന്ന് മോചനം നേടാൻ ശരിക്കും വേണ്ടത് ചിട്ടി കൂടുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന 10 പൈസ എടുത്ത് മിച്ചം വെച്ച് അത് ബാങ്കിൽ വെച്ച് അടച്ച് അതിൻ്റെ പലിശ മേടിച്ച് മാസം തോറും വാങ്ങിച്ച് അത് കൂട്ടിയിട്ട് അങ്ങനെ കാര്യങ്ങൾ നടത്തുന്ന വ്യക്തികളും ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ചിട്ടിപ്പിശാചിൽ ചെന്ന് വീഴുകയല്ല ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാബിറ്റായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ നിന്ന് മോചനം, ഇതൊരു പൈശാചിക ബന്ധനം പോലെ കാണാറുണ്ട് പല വ്യക്തികളിൽ. എല്ലാവരിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ആത്യന്തികമായിട്ട് ചിട്ടിക്കുറവിനോടത്തോളം പിന്നെ എന്താണ് അതിൻ്റെ തലം നമ്മുടെ പലിശയിൽ നമുക്ക് അവസാനം കിട്ടുന്നതിൽ കിട്ടുകയില്ല. പലപ്പോഴും 1 ലക്ഷത്തിൻ്റെ ചിട്ടി കൂടിക്കഴിഞ്ഞാൽ ആദ്യത്തെ നറുക്ക് അവന് പോകും. പിന്നെ അവസാനം പിന്നെ അത്രയും കുറച്ചേ കിട്ടുകയുള്ളൂ എടുത്താൽ പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളുണ്ട്. അപ്പോൾ പലിശ, നമ്മുടെ ഇടുന്ന പൈസയുടെ പലിശ പലപ്പോഴും നമുക്ക് കിട്ടുകയില്ല വേറൊരു തരത്തിൽ. അപ്പോൾ അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ചിട്ടിപ്പിശാചിൻ്റെ പിടിയിലകപ്പെട്ട വ്യക്തികളെ കർത്താവേ അങ്ങ് സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണം. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. കിട്ടുന്ന 10 പൈസ മിച്ചം വെച്ച് അത് വർദ്ധിപ്പിക്കാനും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.